എന്തേ? മായമ്മ. ആ നമ്പൂരി ദുഷ്ടൻ മായമ്മ പിടിച്ചകത്തിട്ട് കഥകടച്ചു. അയാൾ എന്റെ മുഖം അടച്ചാറ്റരുതല്ല ടീച്ചറെ എനിക്ക് വിഷമം. നമുക്ക് കുട്ടികളില്ലാന്ന്, അവരെ നൊന്ത് വളർത്തിയിട്ടില്ല എന്ന്. കണ്ണിച്ചോരയില്ലാണ്ട് മുഖത്ത് നോക്കി പറഞ്ഞപ്പോ മനസ്സ് തളർന്നുപോയി ടീച്ചറെ. കാര്യം അയാളുടെ കുട്ടിയായിരിക്കും, വളർന്നതും അയാളുടെ ഇല്ലത്തായിരിക്കും. പക്ഷെ മായമ്മയ്ക്ക് ഒരച്ഛന്റെ അമ്മയുടെ സ്നേഹം കൊടുത്തത് നമ്മളാ, അല്ലേ ടീച്ചറെ? അല്ലാന്ന് പറയട്ടെ ആ നമ്പൂരി. വിഷമിക്കാണ്ടിരിക്കുക, ഒക്കെ ശരിയാവും. എന്ത് തന്നെയാ എന്റെ മനസ്സും പറയണത്. പക്ഷെ എങ്ങനെ ശരിയാവും എന്ന് ആലോചിക്കുമ്പോ ഒരു ഊഹവും കിട്ടുന്നില്ല. ഇതെങ്ങനെ? വൈകിട്ട് വന്നു. അടുത്ത വീട്ടിലെ കുട്ടിയുടെ കയ്യില് ഒരു കത്ത് കൊടുത്തു വിട്ടു. അച്ഛൻ കാണാണ്ട് പടക്കിനിയുടെ പിന്നാമ്പുറത്തോടെ രാത്രിയിൽ ഇറങ്ങി പോരാണ്ടായ. ഇനി ഇല്ലത്തേക്ക് ഞാനില്ല. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും പോയി ഇന്ന് തന്നെ ഒരു മാലയിടും. എത്രയും പെട്ടെന്നൊരു സിവിൽ മാരേജ്. കയറി ചെല്ലാൻ ഒരു വീടും കൂടി ഇല്ലാണ്ടായി എനിക്ക്. ആകെ ചോദിക്കാനും അനുവാദം വാങ്ങാനും ഉള്ളത് ഇവിടെയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇല്ലത്തെ കയറി ചെല്ലാൻ പറ്റാണ്ടുള്ളൂ മായമേ. ഈ വീടുണ്ട്, ടീച്ചറും ഞാനും ഉണ്ട്. ഞങ്ങൾ നടത്തിത്തരും. മുന്നിൽ നിന്ന്, അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന്. സത്യം പറഞ്ഞ മായമ്മ ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോന്ന നേരം തൊട്ട് ഇന്ന് രാവിലെ ചടങ്ങ് കഴിയണവരെ എന്റെ മനസ്സിൽ തീയായിരുന്നു.
ആ അച്ഛൻ തിരുമേനി ഏത് സമയത്താ വഴക്കിനും ബഹളത്തിനും കയറി വരിക? ആര്? ആ ശകുനം മുടക്കിയോ? മരങ്ങോടൻ. ഒഴിഞ്ഞു കിട്ടിയത് ലാഭമായി എന്ന് കരുതും അയാള്. ഞാൻ അന്വേഷിപ്പിച്ചു. കുട്ടി ഇറങ്ങിപ്പോന്നതിന്റെ പിറ്റേന്ന് പടിയടച്ച് പിണ്ണം വെച്ചു അത്ര അയാള്. അയാൾക്കിനി അങ്ങനൊരു മോളില്ലാന്ന്. ദുഷ്ടൻ. ഇങ്ങനൊരു അച്ഛൻ ഇല്ലാണ്ടിരിക്കുക തന്നെയാ ഭേദം. ഏതായാലും കല്യാണം കഴിഞ്ഞുല്ലോ. ഇനി എന്ത് വന്നാലും സമാധാനമുണ്ട്. പിടിച്ചേ. ശരിയാണോ നോക്കിയേ? എവിടെങ്കിലും ചെരിവുണ്ടോ? നിക്ക്. ആ ഇടത്തെ ഏറ്റ ലേശം മുകളിലേക്ക്. അയ്യോ പിടിക്ക്, ഞാൻ വീഴും. വീഴട്ടെ. അയ്യോ രവിയേട്ടാ, ഞാൻ വീഴുവേ, കളിക്കില്ലേ. സുഖമായിട്ട് വീഴുന്നോട്ടെ, ഞാൻ പിടിച്ചോളാം. ഇറങ്ങിക്കോ. പതുക്കെ. ഇറക്കി വിട് രവിയേട്ടാ. അയ്യോ രവിയേട്ടാ, കളിക്കില്ലേ രവിയേട്ടാ. വേണ്ട രവിയേട്ടാ, അപ്പുറത്തിപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്. കണ്ടാലെന്താ? എന്തേ? എന്താണെന്ന്? അല്ലാതെ പഴയ പോലെ അങ്ങനെ കണ്ണും തുറന്നു പിടിച്ച് എല്ലായിടവും നടക്കാൻ വയ്യാണ്ടായിരിക്കണു. എന്തൊക്കെയാ എപ്പോഴൊക്കെയാ മുമ്പിൽ വന്ന് ചാടുക നിശ്ചയില്ലാത്തോണ്ടേ. വല്ലതും കണ്ടോ? ടീച്ചർ വല്ലതും കണ്ടോ? അതല്ലേ ഞാൻ ഈ അടുക്കളയിൽ തന്നെ ഒതുങ്ങിയത്. ടീച്ചർ എന്താ കണ്ടേ? ഞാൻ എന്താ കണ്ടെന്നറിയോ? ഓ, അപ്പൊ അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാനോ